ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ കോഫ്ത ഓർ ചിക്കൻ മീറ്റ് ബോൾസ് ഗ്രേവിയാണ്. പാലപ്പം, ബ്രെഡ്, നാൻ, പൊറോട്ട, കുബൂസ് ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 300 ഗ്രാം മിൻസ്ഡ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ സവാള പൊടിയായി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 7-8 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്. ഇനി ചിക്കനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ചേർക്കേണ്ടത്. ഒരു 7-8 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ഒരു നല്ല മാവ് ഉരുളയായിട്ടിത് നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ കയ്യിൽ എണ്ണമയം പുരട്ടി നമുക്കിത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടി വയ്ക്കാം. ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസായിട്ട് ഉരുട്ടി വയ്ക്കാം. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ മീറ്റ് ബോൾസായിട്ട് ഇട്ട് ഒരു 6-7 മീറ്റ് ബോൾസ് ഒരു പ്രാവശ്യം ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മെല്ലെ ഇളക്കി എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് പോലെ നമുക്കിത് മെല്ലെ ഇളക്കി ഒന്നെല്ലാം ഒന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ മീറ്റ് ബോൾസ് എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 3 പച്ചമുളക്, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, 2 ചെറിയ പീസ് സിനമൺ. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഗ്രാമ്പൂ, കറുവ, ഏലക്ക ഇത്രയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. നല്ലൊരു മണം വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു 2 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞ് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തത്, അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ചേർത്ത് നമുക്കൊരു 4-5 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളം വറ്റുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ യോഗർട്ട് അല്ലെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റണം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് തെളിഞ്ഞു വരും. അപ്പോഴത്തേക്ക് ഒരു 300 മില്ലി വെള്ളം, ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടിത് യോജിപ്പിച്ച്
നമുക്കിത് ഒരു 6-7 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബോൾസ് അല്ലെങ്കിൽ കോഫ്താസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കൊരു 23 കോഫ്താസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ചൊരു 12-14 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല തിക്ക് ഗ്രേവിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വീണ്ടും മെല്ലെ ഒന്ന് ഇളക്കി 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കോഫ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും പുതു രുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.